ഗോൾഡിലൊരു ട്രേഡ് നോക്കാം നമുക്ക്. ഗോൾഡിൽ ഒരു 50 മിനിറ്റ്സ് 1 അവറിൻ്റെ ഒക്കെ ലിക്വിഡിറ്റി എടുത്താണ്. അപ്പോൾ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ താഴേക്കൊരു ട്രേഡ് നോക്കാം. അതുപോലെ 1 മിനിറ്റിലൊരു ട്രെൻഡ് ലൈൻ, ചെറിയ ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക് ഏരിയയിലാണ് ഇപ്പോൾ മാർക്കറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ ചെറിയൊരു ട്രെൻഡ് ലൈൻ നോക്കുകയാണെങ്കിൽ 1 മിനിറ്റിലായി ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് താഴേക്കൊരു എൻട്രി നോക്കാം. എന്താ പറയുക, 2 ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. 1 മിനിറ്റിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നിട്ടുണ്ട്. ഇപ്പോൾ IDX എടുക്കാൻ വരുന്നുണ്ട്. IDX ഏരിയയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് ട്രേഡ് എടുക്കാം അവിടുന്ന്. ഇനി അവിടുന്ന് ഡയറക്റ്റ് ട്രേഡ് എടുത്തിട്ട് ഒരു ചെറിയ SL കൊടുത്തിട്ടൊന്ന് ചെയ്യാം. ഓക്കെ, നമ്മളൊരു എന്താ പറയുക സെല്ല് ചെയ്തിട്ടുണ്ട് ഗോൾഡ്. സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക്. സ്റ്റോപ്പ് ലോസ് പിന്നെ 2.5 റേഞ്ചിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. 3315 SL 4900 ആയിരിക്കും ലോസ് വരികയാണ് വരിക. ഇനി അഥവാ ടാർജറ്റ് നമുക്ക് താഴെയുള്ളൊരു 50 മിനിറ്റ്സ് IDX വെക്കാം. 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി 32.98 റേഞ്ചിൽ നമുക്ക് വെക്കാം. 33,000 താഴേക്ക് വരികയാണെങ്കിൽ തന്നെ എക്സിറ്റ് ചെയ്യാം. നോക്കാം, അവിടെ എത്തിയിട്ടുള്ള ക്യാൻഡിലിൻ്റെ കാര്യങ്ങളൊക്കെ അനുസരിച്ച് നോക്കാം. അഥവാ ടാർഗറ്റിലേക്ക് വരികയാണെങ്കിൽ. അഥവാ SL അടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഇന്നത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പോൾ ഇന്ത്യ മാർക്കറ്റിൽ തന്നെ ഇന്ന് നമുക്ക് നല്ലൊരു ട്രേഡ്, അടിപൊളി ഒരു ട്രേഡ്, ജസ്റ്റ് നമ്മുടെ SL അടിച്ചിട്ട് ടാർഗറ്റ് 300 പോയിൻ്റാണ് പോയത്. ബാങ്ക് നിഫ്റ്റിയിൽ 1:15 ജസ്റ്റ് മിസ്സായതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിൽ മെനക്കെടാൻ നിന്നിട്ടില്ല. ഇതിലേതായാലും നമുക്ക് നോക്കാം. ഇതിലും ഒരു SL അടിച്ചാണ് ഇത് നിർത്തും കേട്ടോ. അതിലും SL അടിച്ചാണ് നിർത്തും. 33.98 32.98 സോറി 32.98.1 കൊടുക്കാം നമുക്ക്. 33 താഴേക്ക് 3300 താഴേക്ക് വന്നാൽ തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇവിടുന്ന് ഒരു സഡൻ സ്പൈക്ക് വരികയാണെങ്കിൽ ചെറിയ പ്രോഫിറ്റ് കാണുകയാണെങ്കിൽ തന്നെ ഞാൻ എന്ത് ചെയ്യും, കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കും. കാരണം ഒന്നും കൂടെ അപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടിൻ്റെ മുകളിൽ മാർക്കറ്റ് സ്പെൻഡ് ചെയ്തിട്ട് വീണ്ടും അവിടെ ഒരു IDX 1 മിനിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അവിടുന്ന് എടുക്കുകയാണെങ്കിൽ അവിടുന്ന് എടുക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ നോക്കാം നമുക്ക്. പെട്ടെന്നൊരു പ്രോഫിറ്റ് കാണിക്കുകയാണെങ്കിൽ കോസ്റ്റിലേക്ക് അപ്പം തന്നെ വെക്കും. എന്നിട്ട് വീണ്ടും ഒരു 1 മിനിറ്റിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകണ മാതിരി ഒരു ബിഹേവിയർ കാണിക്കുകയാണെങ്കിൽ വീണ്ടും റീ എൻട്രി ചെയ്യും. അതാണ് പ്ലാന്. പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ട്. ഒരു ലോയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചിട്ട് പിന്നെ കാരണം ഇതൊരു ഡയറക്റ്റ് ഇവിടെ നിന്ന് എടുക്കാം. പ്രോപ്പർ IDX ഒന്നും ടാപ്പ് ചെയ്തിട്ടില്ല, ഒരു ഇൻറ്റേർണൽ IDX ആ ടാപ്പ് ചെയ്ത്. ഇനി അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് ലൈൻ 1 മിനിറ്റിൽ ആ ഒരു ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഒരു 1 മിനിറ്റ് IDX ഒക്കെ ഉണ്ടാക്കി അത് എടുക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. എങ്ങനെയും ചെയ്യാം, നോക്കട്ടെ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ചെറിയൊരു പ്രോഫിറ്റിലാണ് ഇപ്പോൾ നമ്മളല്ലേ. ട്രേഡ് എടുത്ത ഉടനെ തന്നെ പ്രോഫിറ്റിലാണ്. ലിക്വിഡിറ്റി ട്രേഡ്സ് ഇപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ട്രേഡ് എടുത്ത് രണ്ടും പെട്ടെന്ന് 6000 റേഞ്ചിലൊക്കെ പ്രോഫിറ്റ് കാണിച്ചതിന് ശേഷമാണ് 2500 SL അടിച്ചത്. ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുമ്പോൾ മാർക്കറ്റ് പൊതുവെ ഒരു മൊമെൻ്റ് ഉണ്ടാവും. ഓക്കെ, 1400 റേഞ്ചിലൊക്കെ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. നോക്കാം നമുക്ക്. ഞാൻ ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 4:14 ആയിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. 3300 എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ടാർഗറ്റ് അടിച്ചിട്ടില്ല. ടാർഗറ്റ് ഞാൻ പറഞ്ഞ ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഒക്കെ ടാപ്പ് ചെയ്തിട്ടുണ്ടോ തന്നെ നമുക്കിപ്പോൾ ഈ ട്രേഡിൽ നമ്മളെ പ്രോഫിറ്റ് എന്താ ചെയ്യുക, ലോക്ക് ചെയ്തേക്കാം. അതായത് സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാം. 20,000 റേഞ്ചിൽ പ്രോഫിറ്റ് ആയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്ക് ലോസ് വരുത്തണ്ട. ഇനിയിപ്പോൾ തിരിച്ച് കയറുകയാണെങ്കിൽ തന്നെ നമുക്ക് ലോസ് ഇല്ലാതെ ഇറങ്ങാൻ പറ്റും. കാരണം നമ്മുടെ ടാർഗറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. 3300 താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. 3300 താഴേക്ക് വരികയാണെങ്കിൽ ക്യാൻഡലിനനുസരിച്ച് ചെയ്യാം. ഒരു 1 മിനിറ്റ് ക്യാൻഡലിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ എങ്ങനെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സിറ്റ് ചെയ്യാം. 3300 താഴേക്ക് വരുന്നുണ്ട്. എക്സിറ്റ് ചെയ്യാനായിട്ടില്ല. 3300 താഴേക്ക് വരട്ടെ. എന്തായാലും മാർക്കറ്റ് അത്രയും ബുള്ളിഷായി പോയിട്ട് മാർക്കറ്റ് തിരിച്ച് എന്തായാലും ഒരു റൗണ്ട് ഫിഗറിൻ്റെ താഴേക്കൊക്കെ വന്നിട്ട് തിരിച്ച് മുകളിലേക്ക് തന്നെ പോകുന്നുള്ള തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ 3300 താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ചെറിയ ചെറിയ ട്രെയിലിങ് ചെയ്യാം. അതായത് ഓരോ ക്യാൻഡലിൻ്റെ മുകളിൽ SL വെച്ച് രീതിയിൽ ചെയ്യാം. 3300 മുകളിൽ താഴേക്ക് പോകാതെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിപ്പോൾ നമ്മുടെ ലോസ് ഇല്ലാതെ 0 ലോസിൽ ബുക്ക് ചെയ്യേണ്ടി വരും. കോസ്റ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്യേണ്ടി വരും. 3300 താഴേക്ക് വരും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ. കാരണം ആ ഒരു റേഞ്ചിൽ എപ്പോഴും അതിൻ്റെ താഴെ ലിക്വിഡിറ്റി ഉണ്ടാവാൻ പോസിബിലിറ്റി ഉണ്ട്. തിരിച്ച് പോയാൽ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല കേട്ടോ, വേറെ സത്യം. നമുക്കത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. വെയിറ്റ് ചെയ്യാം എത്തട്ടെ, പ്രോഫിറ്റ് എത്തട്ടെ. നമ്മൾ 2 lakh ക്യാപിറ്റൽ ഉണ്ടായിരുന്നു XNSൽ. ഞാനത് 1,90,000 വലിച്ചിട്ടാണ് വീണ്ടും 1,10,000 വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ വീണ്ടും 1,50,000 ആവാനായിട്ടുണ്ട്.
പക്ഷേ ഞാൻ ക്യാപിറ്റൽ തോന്നുന്നില്ല, ക്യാപിറ്റലിൻ്റെ മൊത്തം എമൗണ്ട് വെച്ചിട്ടല്ല ചെയ്യണേ. എപ്പോഴും ക്യാപിറ്റലിൻ്റെ മാക്സിമം ഒരു 2% താഴെ ആയിരിക്കും എൻ്റെ എസ് എൽ വരിക. ഓക്കെ, 3300 താഴേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റെഡിയാക്കി വെക്കാം, എക്സിറ്റിന് റെഡിയാക്കി വെക്കാം. നോക്കാം. ഗോൾഡിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇന്നിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ചെയ്തിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ ചെയ്തൊരു ട്രേഡ് എക്സാക്ട്ലി നമ്മൾ വിചാരിച്ച ഏരിയയിൽ നിന്ന് കറക്റ്റായിട്ട് അവിടെ നിന്ന് 700 പോയിൻ്റ് കണ്ടോ മുകളിൽ പോയിട്ടുണ്ട്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല. പ്രീമിയം ഈവൻ കോസ്റ്റ് പ്രൈസിൽ വെച്ചിട്ട് അത് അടിച്ച് പോയിട്ടാണ് പോയത്. അത്രയും അതായത് എക്സ്പയറി ഡേ ആകുമ്പോൾ അങ്ങനെ പ്രത്യേകത ഉണ്ടല്ലോ. പ്രീമിയം നമുക്ക് ഈ ഗോൾഡിലൊക്കെ ചെയ്യുന്ന സമയത്ത്, ഫോറക്സിൽ ചെയ്യുന്ന സമയത്ത്, ഫ്യൂച്ചറിലാണ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ എൻട്രി ചെയ്ത പ്രൈസിൻ്റെ മോഡൽ ആ ഒരു ഏരിയയിൽ നിന്ന് എത്ര മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അവിടെ എന്തായാലും നമുക്ക് എന്തെങ്കിലും ഡി കെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആ സെയിം പ്രൈസിന് തന്നെ ആയിരിക്കും. അതുകൊണ്ടൊരു ഗുണം ഉണ്ടായില്ലേ. ഇത് തിരിച്ച് കയറുണ്ടോ? കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഓരോ ക്യാൻഡിൽ ക്ലോസ് നോക്കാം. ആ ഒരു ക്യാൻഡലിൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ കഴിഞ്ഞ 2 ക്യാൻഡലിൻ്റെ മുകളിൽ, അതായത് കഴിഞ്ഞ ഒരു ക്യാൻഡലല്ല, അതിൻ്റെ മുമ്പത്തെ ഒരു ക്യാൻഡലിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ കുറച്ചും കൂടി താഴെ വന്നാൽ 98 റേഞ്ചിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ 99 താഴെ വന്നാൽ തന്നെ എക്സിറ്റ് ചെയ്യാം നമുക്ക്. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രോഫിറ്റ് 23,000 സംതിങ് കിട്ടിയിട്ടുണ്ട്. ആ ട്രേഡ് ശരിക്കും ഞാൻ നേരത്തെ എടുത്ത ട്രേഡ് ഒന്ന് എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും റീ എൻട്രി ചെയ്താൽ കേട്ടോ. അതായത് സെയിം എമൗണ്ടിൽ തന്നെ റീ എൻട്രി ചെയ്ത്. കാരണം ഞാൻ പറഞ്ഞില്ല, പെട്ടെന്നൊരു സ്പൈക്ക് വരികയാണെങ്കിൽ ഞാനൊന്ന് കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചിട്ട് വീണ്ടും റീ എൻട്രി ചെയ്യുന്നു. കാരണം ട്രെൻഡ് ലൈനിൻ്റെ മുകളിലുള്ള പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് അവിടെ ക്ലോസ് പ്രൊസീജിയറിൽ കാണാം നിങ്ങൾക്ക് 32 റുപ്പീസ് പ്രോഫിറ്റാണ് ആ ട്രേഡിൽ ഉണ്ടായിരുന്നത്. അതായത് 2000 അബവ് പ്രോഫിറ്റ് പോയപ്പോൾ ഞാൻ പെട്ടെന്ന് കോസ്റ്റിൽ വെച്ചതാണ്. കാരണം ഒന്നും കൂടി ആ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ ഒരു പ്രൈസ് ആക്ഷൻ കിട്ടാണ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ടാണ് ആ എൻട്രി എടുത്ത ടൈം പ്രൈസ് ചെറിയൊരു മാറ്റമുള്ളത്. കാരണം നമ്മൾ നേരത്തെ എടുത്ത ട്രേഡ് കുറച്ചും കൂടി മുന്നെടുത്തിട്ടുണ്ടായിരുന്നു. ആ ട്രേഡ് കുറച്ച് താഴേക്ക് വന്ന സമയത്ത് ഞാൻ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചിട്ട് വീണ്ടും എൻട്രി എടുത്ത ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ട്രെൻഡ് ലൈൻ, ആ ഒരു 1 മിനിറ്റിലെ ഒരു ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ മാർക്കറ്റ് സ്പെൻഡ് ചെയ്തിട്ട് 1 മിനിറ്റിൽ വീണ്ടും ഒരു ഐഡിയസ് ഉണ്ടായി. ഈ ഒരു ഏരിയ എന്നാണ് ട്രേഡ് വന്നത്. 2.5 റേഞ്ചിൽ എസ് എൽ തന്നെയായിരുന്നു കൊടുത്തത്. ടാർജറ്റ് ഈ ഒരു 15 മിനിറ്റ്സ് IDX ടാപ്പ് ചെയ്തിട്ട്, ശരിക്കും ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്കും നോക്കാം. ഇവിടെ ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ കിട്ടുകയാണെങ്കിൽ മുകളിലേക്കും നോക്കാം ട്രേഡ്. പക്ഷെ ഇനിയിപ്പോൾ സമയമില്ല, 4:30 ആയില്ലേ. നോക്കട്ടെ, ടൈം കിട്ടുകയാണെങ്കിൽ എടുക്കാം. നമുക്ക് ഏതായാലും ഈ ട്രേഡിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി. ഗോൾഡിൽ ഇപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ പെട്ടെന്ന് നല്ല, ഞാൻ പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ കരുതണ്ട 1 ലക്ഷം വെച്ചിട്ട് 1.5 ലക്ഷം എന്ന് വിചാരിക്കേണ്ട പെട്ടെന്ന്. അത് കുറച്ചും കൂടെ കൂടുതൽ ക്യാപിറ്റൽ ഉണ്ട്. നമ്മൾ മാക്സ് ഫുൾ എമൗണ്ട് വെച്ചിട്ട് ഇതിൽ ചെയ്യാറില്ല എന്നുള്ളൂ. എക്സൈനസിൽ ഞാൻ പ്രോഫിറ്റ് ആവുന്നതിനനുസരിച്ച് വിഡ്രോ ചെയ്തിട്ടാണ് ചെയ്യുക. പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, എനിക്കിതുവരെ വിഡ്രോവലിനും ഇതിനൊന്നും പ്രശ്നം വന്നിട്ടില്ല. പക്ഷേ പുതിയ രജിസ്ട്രേഷൻ ഇല്ല എന്നുള്ളൂ. അവരെ ടീമുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത് പുതിയ രജിസ്ട്രേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യും കുറച്ച് കഴിഞ്ഞിട്ട്, വീണ്ടും തുടങ്ങുന്നൊക്കെ പറയണത്. അറിയില്ല. ഏതായാലും ഇപ്പോൾ ഞാൻ അതിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏതായാലും ഓക്കെ, താങ്ക് യു, ബൈ.